പടം കണ്ടായിരുന്നു. കണ്ടത് എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ബിഗ് സ്ക്രീനിന്റെ എക്സ്പീരിയൻസ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ചെറിയ സ്ക്രീനിൽ വലിയ സ്ക്രീനിൽ കാണുമ്പം തിയേറ്ററിൽ ആ പടം കണ്ടിട്ടില്ലല്ലോ. അപ്പം ഫസ്റ്റ് ടൈം അല്ലേ പഴയൊരു സിനിമ നമ്മൾ തിയേറ്ററിൽ കാണുന്നത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പണ്ട് ടി വിയിൽ കണ്ടിട്ടുള്ള ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ കാണാൻ പറ്റിയത്. പുതിയ വിശേഷങ്ങൾ 6 വർഷം കഴിഞ്ഞിട്ട് സിനിമ വിളിച്ച് മാറ്റിട്ട് അന്ന് കണ്ടതിനേക്കാൾ വലിയൊരു സൗണ്ട് ഗംഭീരമായിട്ട് എനിക്ക് തോന്നുന്നത് ദേവദൂതിന് ശേഷം ഇത്രയും അതുകൊണ്ട് തന്നെ ആൾക്കാർ സിനിമ കാണാതെ തീർച്ചയായിട്ടും എങ്ങനെയുണ്ടായിരുന്നു എന്ന് എന്താ പറയുക, ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണല്ലോ. ഒരു പടം റിലീസ് ചെയ്യാൻ വളരെ 36 കൊല്ലം ചെയ്തത് ഫാമിലിയോടൊപ്പം എല്ലാം കാണാൻ പറ്റും. എൻ്റെ മമ്മി 3 ജനറേഷനും കാണാൻ പറ്റി. കുഞ്ഞു കുട്ടീനെ കണ്ടപ്പോൾ എന്ത് തോന്നി? സത്യം പറയാൻ അമ്മ എപ്പോഴും കാണാൻ അതേപോലെ തന്നെയാണ്. എൻ്റെ അമ്മയുടെ സിനിമയിൽ വളരെ കുറവായിട്ട് തിയേറ്ററിൽ എത്രയും കാണാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. ഇത്രയും ചെറുപ്പം കാലം അമ്മ ചെയ്ത് പടം ഇത്രയും ക്ലിയറായി ക്ലാരിറ്റി ആയിട്ട് കാണാൻ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടായിരുന്നു ഞാനും അതേപോലെ തന്നെയല്ലേ. അമ്മ തന്നെ അല്ലേ? മമ്മി കണ്ടിട്ടുണ്ടല്ലോ. വളരെ സന്തോഷം തോന്നുന്ന എക്സ്പീരിയൻസ്. സിനിമ തിയേറ്ററിൽ ആണ് കാണേണ്ടത് എന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം ഈ സിനിമയൊക്കെ നമ്മൾ ടി വിയിലാണ് കണ്ടിട്ടുള്ളത്, പല ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. കുട്ടിക്കാലം മുതലേ ഇതിൻ്റെ പല ഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ അനുകരിക്കപ്പെടുന്ന ഡയലോഗ്സുകൾ വന്നിട്ടുള്ളൊരു സംഭവം കൂടിയാണ്. പക്ഷേ ആസ് എ ഹോൾ ഇത്രയും ഫുൾ ഹൗസിൽ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു സിനിമാ ലവർ എന്നുള്ള രീതിയിൽ എനിക്കൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. മനസ്സ് നിറയുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. വീണ്ടും വീണ്ടും ഒരു റിമൈൻഡറാണ് എത്രത്തോളം ഡെപ്തിലാണ് ഇതിൻ്റെ കണ്ടൻറ്റ്, എത്രത്തോളം ഡെപ്തിലാണ് ഇതിൻ്റെ പെർഫോമൻസ്, ഓരോ കാര്യത്തിലും ഇട്ടിരിക്കുന്ന എഫേർട്ട്. 30 കൊല്ലം മുമ്പുള്ളൊരു സിനിമയാണെന്ന് നമുക്ക് അത്ഭുതം തോന്നുന്നു ശരിക്കും. എല്ലാ സാധനം സൗണ്ട് മാത്രമൊന്നുമല്ല, അതിന് ഒരു ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് 30 കൊല്ലം മുമ്പ് തന്നെ ചെയ്തു വെച്ചുള്ള സാധനങ്ങൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിലിൽ കിട്ടുകയാണ് ഇത്രയും വലിയ സ്ക്രീനിൽ കാണുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. അത് വെറുതെ അല്ല ഇവരൊക്കെ ലെജൻസ് എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ മേക്കേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ ആക്ടേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ആണെങ്കിലും അതുകൊണ്ട് തന്നെയാണ് അത് ലെജൻഡറി ആയി മാറുന്നത്. പിന്നെ വീണ്ടും ഒരു റിമൈൻഡറാണ്. മഹാഭാരതമാണെങ്കിലും ഗെയിം ഓഫ് ത്രോൺസ് ആണെങ്കിലും ബാഹുബലി ആണെങ്കിലും വടക്കൻ വീരഗാഥയാണെങ്കിലും ഹ്യൂമൻ ഇമോഷൻസിൻ്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ തന്നെയാണ് വീണ്ടും വീണ്ടും പോകുന്നത്. അത് തന്നെയാണ് മനുഷ്യർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. ആസ്വാദികത ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ ഭയങ്കര എല്ലാവരും എനിക്ക് തോന്നുന്നു അന്ന് സിനിമ തിയേറ്ററിൽ കണ്ടവരും തിയേറ്ററിൽ കാണാൻ പറ്റാതെ ടി വിയിൽ കണ്ടിട്ടുള്ള ഓഡിയൻസും എല്ലാവരും തിയേറ്ററിൽ വന്ന് പടം വരാതെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. എല്ലാവർക്കും കളറിയും വളരെ അഭ്യസിച്ചിട്ടുള്ള സിനിമയിലെ എല്ലാ ആക്ടേഴ്സും ഭയങ്കര സറിയലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം അവരാരും കളറി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരല്ല, സിനിമയ്ക്ക് വേണ്ടി അത് ചെയ്തത്. അപ്പോൾ അത്ര ഇതിലോട്ട് അത്ര ചെല്ലായി ഇങ്ങനെ അതിലോട്ട് ഇറങ്ങിയിരിക്കുന്നത് തന്നെ ഭയങ്കര സറിയൽ. ഈവൻ വിനീതാട്ടനായാലും നമുക്കൊക്കെ ചന്ദ്രനുള്ള ക്യാരക്ടറിനെ ഭയങ്കര ഈസിയായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചൈൽഡായിട്ട് ചന്ദ്രമായിട്ട് വിനീതായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മാസ്റ്റർ ക്ലാസ് റൂം അരിയൻസിൻ്റെ ഒരു കണക്ഷനും അദ്ദേഹത്തിൻ്റെ വിഷൻ അവിടെ ഡെലിവറായതിൻ്റെയാണ് ഈ ഇത്രയും നാൾക്ക് ശേഷം 6 ഇയേഴ്സിന് ശേഷം ഈ സിനിമ ഒരു പുതിയ സിനിമ പോലെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. എൻ്റെ ജനറേഷന് ശേഷമുള്ള ജനറേഷനിലെ കിഡ്സിനും എല്ലാവർക്കും ഒട്ടും ഒരു ഉൾക്കൊഞ്ച് തോന്നാത്ത രീതിയിൽ ഭയങ്കര രസമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയായിട്ട് എനിക്ക് വിഷമങ്ങളും ചന്ദ്രൻ്റെ അദ്ദേഹം കടന്നു പോകുന്ന ആ സംഘർഷങ്ങളൊക്കെ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടപ്പോഴാണ്. അന്ന് കുട്ടിക്കാലത്ത് കാണുമ്പോൾ നമുക്കിതൊന്നും അറിയില്ലല്ലോ. ഇപ്പം കാണുമ്പോൾ അതൊക്കെ ഭയങ്കര ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതാണ് എനിക്ക് എക്സൈറ്റിംഗ്. ടെംപ്ടേഷൻസിലൊക്കെ ഭയങ്കര രസമായി വന്നത്. അതായത് ഇപ്പോൾ വിഷ്വലി നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സൗണ്ട് ഭയങ്കര പാട്ടുകളായാലും അതിൻ്റെ ഫൈറ്റും അതൊക്കെ
നമുക്ക് അവരെന്താ റീക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് വിഷ്വൽ നമുക്ക് അങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അന്ന് എടുത്ത അതേ വിഷ്വൽ തന്നെയാണ്. പക്ഷേ സൗണ്ട് പലതും നമ്മൾ അഡീഷണൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് അതിനകത്തേക്ക് ആഡ് ഓൺസ് ചെയ്തിട്ടുണ്ട്. ആഡ് ഓൺസ് എന്ന് പറയുന്നത് പഴയതിനെ നമ്മൾ വീണ്ടും പുതിയതായിട്ട് റീക്രിയേറ്റ് ചെയ്യാണ്, അല്ലാതെ പുതിയതായിട്ട് അതിനകത്തൊന്നും കൂട്ടിച്ചേർത്തല്ല, പക്ഷെ അത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി സൗണ്ട് ഭയങ്കര കാണുക എല്ലാവരും. പേഴ്സണൽ ഫീലിംഗ് ഇതേപോലെ തന്നെ തിയേറ്ററിൽ നിന്ന് കണ്ട പരിചയമില്ല, ഓർമ്മയില്ല. അത് കാണാൻ പറ്റിയിട്ട് ഭയങ്കര സന്തോഷമാണ്.